ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. ദൈവവിളി ഫ്രീ ആണ്, പക്ഷേ കോസ്റ്റ്ലിയാണ്. ഇത് ഗോസ്പൽ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. അതിൻ്റെ കണ്ടീഷൻസാണ് ഇന്ന് കർത്താവ് പറയുന്നത്. നിങ്ങളെൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. പക്ഷേ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ യാത്രയിൽ അരപ്പട്ടയോ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. നിങ്ങൾ ആഹാരം പോലും കഴിക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. കാരണം വേലക്കാരൻ കൂലിക്ക് അർഹനാണ്, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശു ഒരു യാത്ര അയക്കുകയാണ്. കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് പ്രധാനം. അതിനിടയിൽ ആ ലക്ഷ്യത്തെ മാറ്റിവെക്കുന്ന ഒന്നും കൂടെ ഉണ്ടാകരുത്. അതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുക. ഇങ്ങനെ വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാകുന്നവർ മാത്രം എൻ്റെ ഈ ജോലി ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണ്ട. ഇതാണ് യേശുവിൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ എത്രത്തോളം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നോ അത്രത്തോളം ഹാപ്പി ആയിരിക്കും. ക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നതാണ്, എന്തുമാത്രം നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിനിടയിൽ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് വലിയ നേട്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം എൻ്റേതെന്ന് പറയുന്ന പലതിനെയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവിളി എന്ന് പറയുമ്പോൾ അത് സമൃദ്ധ ജീവിതം മാത്രമല്ലല്ലോ, കുടുംബജീവിതവും ഏകാന്ത ജീവിതവും ഒക്കെ ദൈവവിളി തന്നെയാണ്. എല്ലാ ജീവിതവും വെച്ച് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും, എവിടെയാണ് നമ്മൾ നഷ്ടപ്പെടുത്താൻ ചില കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളത്, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇങ്ങനെ നഷ്ടങ്ങളുടെ കണക്കുകളും വേണ്ടെന്ന് വെച്ച കണക്കുകളും ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ചിലർ നേടിയതിൻ്റെ കണക്കുകളൊക്കെ പിന്നീട് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടായ നഷ്ടങ്ങളാണ് നമ്മൾ സ്വർഗത്തിന് വേണ്ടി നേടിയ ലാഭത്തിൻ്റെ കണക്ക്. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യൻ്റെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കണം. ചില നഷ്ടങ്ങൾ ചില നേട്ടങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ